സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ തീർത്ഥാടന യാത്ര ബസിലിക്ക ദി സെന്റ് പേത്രോ ദി വിൻകോളി എന്ന് പറഞ്ഞ ദേവാലയത്തിലേക്കാണ്. ഇതിവിടെ റോമിലെ കൊളോസിയത്തിന് തൊട്ടടുത്താണ്. കൊളോസിയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രൂര വിനോദം കണ്ട് ആസ്വദിക്കാനായിട്ട് റോമിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയൊരു ആംഫി തിയേറ്ററാണ് ഈ കൊളോസിയം. ഏകദേശം 1,00,000-ൽ കൂടുതൽ പേർക്ക് ഒരേ സമയം ഇരുന്ന് ഈ ക്രൂര വിനോദങ്ങൾ ആസ്വദിക്കാനായിട്ട് ഇതിൽ സൗകര്യം ഉണ്ടായിരുന്നു. കുറ്റവാളികൾ, ഭരണകൂടത്തെ വിമർശിച്ചവർ, ഭരണകൂടത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായവർ, ഇവരുടെയൊക്കെ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഈ കൊളോസിയത്തിനുള്ളിൽ വെച്ച. റോമിലെ മതമർദ്ദന കാലത്ത് ഒത്തിരി ക്രിസ്ത്യാനികളെ വന്യജീവികൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ AD 70 മുതൽ 82 കാലഘട്ടങ്ങളിലാണ് ഇത് പണിയപ്പെട്ടതെങ്കിലും ഇതിൻ്റെ നിർമ്മാണ വൈവിധ്യം കൊണ്ട് ഇതൊരു ചരിത്ര സ്മാരകമായിട്ട് റോമിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഇന്നിവിടെ -1 ആണ്. നല്ല തണുപ്പാണ്, നല്ല കട്ട തണുപ്പ്. ഫീൽസ് ലൈക്ക് -5 എന്നൊക്കെയാണ് പറയുന്നത്. ഈ കൊളോസിയത്തിൻ്റെ അടുത്ത് നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളിതാ വിശുദ്ധ പത്രോസ്ലിഹായുടെ ദേവാലയത്തിലേക്ക് എത്തുകയാണ്. പത്രോസ്ലിഹായുടെ ആ പ്രത്യേക ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസ്ലിഹായെ ചങ്ങലക്കെട്ട, കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ചങ്ങലക്കെട്ട ആ ചങ്ങല ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതൊരു വലിയൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, നമുക്ക് അകത്ത് കയറുമ്പോൾ കാണാം. ദേവാലയത്തിന് ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ ഈ കാണുക. ഇവിടുത്തെ വിശുദ്ധ കുർബാനയുടെ സമയങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും ഒക്കെ വിശുദ്ധ കുർബാനകൾ ഈ ദേവാലയത്തിലുണ്ട്. ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ഇവിടെ നിശബ്ദതയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നിശബ്ദമായിട്ട് തന്നെ നമുക്ക് ദേവാലയത്തിന് അകത്തേക്ക് പ്രവേശിക്കുകയും വിശുദ്ധ പത്രോസ്ലിഹായുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദേവാലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഴമേറിയ നിശബ്ദതയാണ്. അതോടൊപ്പം തന്നെ വളരെ ശാന്തമായ ദേവാലയം, വളരെ വലിയ ദേവാലയമാണിത്. ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും വളരെ വിസ്തൃതിയുള്ള വളരെ വലിയൊരു ദേവാലയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ദിവ്യസക്രാരിയുടെ മുമ്പിൽ, ദിവ്യനാഥൻ്റെ മുമ്പിൽ നമുക്കൊരു നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിൽ അൾത്താരയുടെ ചുവട്ടിലായിട്ടാണ് വിശുദ്ധ പത്രോസ്ലിഹായെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അണിയിച്ച ആ ഒരു ചങ്ങല സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചരിത്രം പറയുക ഇപ്രകാരമാണ്. AD 438 എംപറർ വലന്റൈൻ മൂന്നാമൻ്റെ ഭാര്യ യഹൂദോച്ചിയ ജെറൂസലേം സന്ദർശിച്ചപ്പോൾ അന്നത്തെ ജെറൂസലേമിൻ്റെ ബിഷപ്പായിരുന്ന ജുബനൽ ആണ് ഒരു തിരുശേഷിപ്പായി യഹൂദോച്ചിയ രാജ്ഞിക്ക് നൽകിയത്. രാജ്ഞി അത് പോപ്പ് ലിയോ 1 സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 439 ഈ ദേവാലയം പണിയപ്പെട്ടപ്പോൾ ഇവിടെ തിരുശേഷിപ്പായിട്ട് സൂക്ഷിച്ചു വെച്ചതാണ് ഒരു ചങ്ങലകളാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിന് 12-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അക്കാലത്ത് ഹെറോദോസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവൻ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചു എന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കുവാനായി ഒരുമ്പിട്ടു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമായിരുന്നു. അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇനി നമ്മൾ കാണുന്ന കാരാഗ്രഹത്തിലെ അത്ഭുതമാണ്. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെറോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല.
തനിക്കൊരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവൻ പുറത്തു കിടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദോസിൻ്റെ കരങ്ങളിൽ നിന്ന്, യഹൂദരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൾ സന്തോഷഭരിതിയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു. ഈ സംഭവം യാക്കോബിനോടും സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പത്രോസ് ലീഹായെ ജെറുസലേമിലെ കാരാഗ്രഹത്തിൽ ചങ്ങലക്കിട്ട ആ ചങ്ങലകളാണെന്നാണ് പറയുക. നമുക്കും വിശുദ്ധ പത്രോസ് ലീഹായുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഒരു കിരാതക ശക്തിക്കും കീഴ്പ്പെടുത്താനാവാത്തതാണ് സഭ. അതുപോലെ തന്നെ വിശ്വാസിയെ ദൈവം സംരക്ഷിച്ചുകൊള്ളും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുക. തീർച്ചയായിട്ടും ദൈവിക പദ്ധതിയായിരുന്നു അത്. വിശുദ്ധ പത്രോസ് ലീഹ സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് ലീഹ റോമിലെത്തുകയും റോമിലാണ് വിശുദ്ധ പത്രോസ് ലീഹായെ കുരിശിൽ തറയ്ക്കുന്നത്. അതും വിശുദ്ധ പത്രോസ് ലീഹ പറയുകയാണ്, എനിക്ക് എൻ്റെ ഗുരുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, എന്നെ തല കീഴായിട്ട് കുരിശിൽ തറച്ചാൽ മതിയെന്ന് പത്രോസ് ലീഹ പറയുന്നു. അങ്ങനെ തല കീഴായിട്ടാണ് പത്രോസ് ലീഹായെ കുരിശിൽ തറയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസം പ്രഘോഷിക്കുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ഉള്ള ദൗത്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാം. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ വെച്ചിരിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ സ്റ്റാച്ചു ആണ്. മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് നമുക്കറിയാം. 1475 ജനിച്ച് മൈക്കൽ ആഞ്ചലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയുടെ തന്നെ റിനേസൻസിലെ യൂറോപ്യൻ റിനേസൻസിനെ സഹായിച്ച ഒരു വ്യക്തിയാണ്. റിനേസൻസ് എന്ന് പറയുമ്പോൾ നവോത്ഥാനം, യൂറോപ്യൻ സാംസ്കാരിക നവോത്ഥാന ഒരു നായകൻ കൂടിയാണ് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോയുടെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാച്ചു ആണ് പിയാത്ത. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റാച്ചു ആണ് ഡേവിഡ്. അത് ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരു ഫേമസ് സ്റ്റാച്ചു ആണ് ഈ മോസസ്. അതാണ് നമ്മളിവിടെ കാണുക. ആ കയ്യിലെ ഓരോ മസിലുകളും അതുപോലെ തന്നെ എല്ലാം വളരെ വ്യക്തമാണ്. 1515 ഈ ഒരു ശില്പം മൈക്കൽ ആഞ്ചലോ പണി തീർക്കുക. ഏകദേശം 2 വർഷം എടുത്തു. നമ്മളൊന്ന് ആലോചിക്കണം, അന്നത്തെ കാലത്ത് ഒരു സാങ്കേതിക വിദ്യകൾ പോലുമില്ലാതെ ഒരൊറ്റ കല്ലിൽ നിന്ന് ഇത്രയും പൂർണ്ണതയോടുകൂടിയുള്ള ഒരു ശില്പം തീർക്കുക എന്ന് പറയുമ്പോൾ, മോസസിൻ്റെ കാലിൽ കൂടെ കിടക്കുന്ന ആ ഒരു വസ്ത്രം അതുപോലും എത്രയോ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. ഈ ശില്പത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ ശില്പത്തിന് എന്തോ നമ്മളോട് പറയാനുണ്ട് എന്നൊരു ഭാവത്തിലാണ് നമുക്ക് തോന്നുക. മൈക്കൽ ആഞ്ചലോ എന്നൊരു വ്യക്തിയാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയാനായിട്ട്, അദ്ദേഹമാണ് അതിന് ഡിസൈനൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് അതിൻ്റെ ഡൂം അതുപോലെ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് അതിനെ മനോഹരമാക്കിയത്. അതുപോലെ ഒന്നാണ് വത്തിക്കാൻ മ്യൂസിയത്തിൽ നമ്മൾ കാണുന്ന സിസ്റ്റീൻ ചാപ്പലിലുള്ള ഡ്രോയിങ്സ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ സൃഷ്ടിയുടെ ഒരു ചരിത്രമൊക്കെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ഒക്കെ അവിടെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കാണാനുള്ള ഒരു വലിയ കൗതുക കാഴ്ച തന്നെയാണ്. ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ, ഇന്നോളം ആർക്കും എത്തിച്ചേരാനാവാത്ത അത്രയും കലാരൂപത്തിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. മോസസ് എന്ന ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയതിൻ്റെ വലതുകാലിനിട്ട് മൈക്കൽ ആഞ്ചലോ സ്പീക്ക് മോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു അടി അങ്ങ് കൊടുത്തു. കാരണം അത്രയും ജീവനുള്ള ഒരു ശില്പമായിട്ട് മൈക്കൽ ആഞ്ചലോയ്ക്ക് തോന്നി. അത് കാരണം സംസാരിക്കും മോസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈക്കൽ ആഞ്ചലോ അതിൻ്റെ വലതുകാലിനിട്ട് അടിച്ചതെന്നാണ് പറയുക. തൻ്റെ 30ാമത്തെ വയസ്സായപ്പോഴേക്കും പിയത്തയും ഡേവിഡും മൈക്കൽ ആഞ്ചലോ ചെയ്തു തീർത്തിരുന്നു. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ശില്പിയായിരുന്നു
മൈക്കലാഞ്ചലോ. അത്രയും പ്രഗത്ഭനായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധനായിട്ട് അറിയപ്പെട്ടില്ലെങ്കിൽ പോലും ആൾക്കാർ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ദ ഡിവൈൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു വ്യക്തിയായിട്ട് ആളുകൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കവിതകൾ അദ്ദേഹം എഴുതുമായിരുന്നു. ഈ ഒരു യൂറോപ്യൻ സാംസ്കാരികമായിട്ട് ഇതിനെ ഉണർത്താനായിട്ട്, കലാപരമായിട്ട് ഉണർത്താനായിട്ട് ഒത്തിരിയധികം സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് മൈക്കലാഞ്ചലോ. ഈ ഒരു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഒത്തിരി പേര് രോഗസൗഖ്യം ലഭിച്ചതായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫീലിങ്ങിലുള്ള ഒരു ചിത്രം കാണിക്കുക. വിശുദ്ധ പത്രോസ്ലീഹയുടെ ചെയിനിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബാൽബീന തൻ്റെ തൈറോയ്ഡ് രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതാണ്. നമുക്കും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം വിശുദ്ധ പത്രോസ്ലീഹയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അവിടുത്തെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ പത്രോസ്ലീഹയുടെ പ്രത്യേക മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ദേവാലയ സന്ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന വഴി വളരെ വിചിത്രമാണ്. ഏതാണ്ട് ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഈ സ്റ്റെപ്പുകൾക്ക് ഉള്ളത്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്, ആരാധന 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 ചാവോ ആരാധന ചൊല്ലാ അങ്ങെപ്പോലെ